ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈഡ്സ് ഓഫ് ദി കിങ് സീസൺ 1 എപ്പിസോഡ് 10 ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ സെന്റ് തോമസ് സീറോ മലബാർ ചർച്ച് കോവൽ പതാകിയിൽ നിന്നും ആൻഡ് എലിസബത്ത് ജോസഫ്. ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ ഞാനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓരോ മഹത്തായ ദൈവവിളിയും ഒരു ലളിതമായ യെസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിശുദ്ധ ജിയാന ഒരു ഭാര്യയെയും അമ്മയും ഡോക്ടറുമായിരുന്നു. വിശുദ്ധ ജിയാന ഓരോ മനുഷ്യജീവനെയും വിലമതിച്ചു. അസാധ്യമായ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പിൽ അവൾ തന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൽ അവൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു. അവളുടെ യെസ് എന്നത് യഥാർത്ഥ സ്നേഹം എപ്പോഴും ത്യാഗത്തിന് തയ്യാറാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈശോയുടെ മണവാട്ടി ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? അതെ, ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് സിസ്റ്റർ ക്ലോഡിയ ഫ്രം CMC കോൺഗ്രിഗേഷൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിനെ കുറിച്ചും സിസ്റ്ററിന്റെ CMC സഭയെ കുറിച്ചും ഞങ്ങൾക്കൊരു സ്മോൾ ഇൻട്രോ തരാൻ പറ്റുമോ? ഞാൻ സിസ്റ്റർ ക്ലോഡിയ. എൻ്റെ സഭാവസ്ത്ര സ്വീകരണം കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമായി. ഞാൻ CMC സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ്. ഒരു CMC സിസ്റ്ററാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ വീട്ടിലെ അപ്പൻ, അമ്മ, എനിക്ക് 5 അനുജത്തിമാരും ഒരു അനിയനുമാണുള്ളത്. ഞാൻ കോൺവെൻറ്റിൽ ചേർന്നിട്ട് ഇപ്പം 5 വർഷമാവുന്നു. ഇപ്പോൾ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ CMC എന്ന് പറയുമ്പോൾ അത് കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്നാണ്. അതായത് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹം എന്നാണ്. അതായത് തിരുസഭയ്ക്ക് ഒത്തിരി വിശുദ്ധരെ പ്രദാനം ചെയ്തിട്ടുള്ള കർമ്മലീത്തരുടെ ചൈതന്യം സ്വീകരിച്ച് വിശുദ്ധ ചാവറ പിതാവ് 1866 ഫെബ്രുവരി 13 സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ സന്യാസിനി സമൂഹം. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥനയും സമന്വയിപ്പിച്ചുകൊണ്ട് സ്വന്തം ആത്മരക്ഷയും മറ്റുള്ളവരുടെ ആത്മരക്ഷയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സിസ്റ്ററിന്റെ കുടുംബത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും കേട്ടതിൽ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിന്റെ ദൈവവിളി എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? CMC സഭ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ടൊരു സിസ്റ്ററാവുന്ന ആഗ്രഹം വന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ 5ൽ പഠിക്കുമ്പോഴാണ് വിശുദ്ധ അൽഫോൻസാമനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ വീട്ടിൽ വിശുദ്ധയുടെ സീരിയൽ കാണുമായിരുന്നു. അപ്പോൾ വിശുദ്ധ അൽഫോൻസാമനെ കുറിച്ച് കേൾക്കും, കാണും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിസ്റ്റർ ആവണമെന്ന് എനിക്ക് ആദ്യമായിട്ടൊരു താല്പര്യം വന്നത്. പക്ഷെ ഞാൻ വീട്ടിലൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു. ഒരു 7ാം ക്ലാസ് വരെയൊക്കെ സിസ്റ്റർ ആവണമെന്ന് ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ പറയായിരുന്നു. പിന്നെ ഒരു 8, 9 ആയപ്പോഴേക്കും അത് പതിയെ കുറഞ്ഞു. പിന്നെ പിള്ളേരുടെ കൂടെ കളിക്കുക, ചിരിക്കുക, കുറേ കറങ്ങാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ആവണമെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് 2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ സിസ്റ്റർ ആവണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുട്ടികൾ നമ്മളെ കളിയാക്കും ഒന്ന്. പിന്നെ അവർ നമ്മളൊരു നേർച്ചക്കോഴിനെ പോലെ കാണും. അപ്പോൾ ഇത് 2ഉം കൊണ്ടും പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ ബോധപൂർവം ഇപ്പോൾ സിസ്റ്റർ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ ഇഷ്ടമെന്ന് ഞാൻ പറയാറില്ല. 10th വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ 10th വെച്ച് ഞങ്ങൾക്ക് കാറ്റിസത്തിന് ഒരു ഹോളി ഫാമിലി സിസ്റ്റർ ഇങ്ങനെ വൊക്കേഷനായിട്ട് സംസാരിക്കാനായിട്ട് കാറ്റിസം ക്ലാസ്സിൽ വന്നായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, സിസ്റ്റർ ആവാൻ ഇഷ്ടമുള്ളവർ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ 1-2 പിള്ളേരൊക്കെ പൊക്കി. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് സിസ്റ്റർ ആവണമെന്ന്. പക്ഷെ ഞാൻ കൈ പൊക്കിയില്ല. ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളിൽ ഇഷ്ടമുള്ളവരുണ്ടാവാം, പക്ഷെ അവരൊരു പക്ഷേ കൈ പൊക്കുന്നുണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഈശോ തരുന്ന ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പിന്നോട്ട് പോയാലും ഒരിക്കലും ഈശോ നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സിസ്റ്റർ ക്ലാസ്സിൽ നിന്ന് പോയത്.
അപ്പോൾ ഞാൻ ആ സിസ്റ്ററെ ചെന്ന് പരിചയപ്പെട്ടു. സിസ്റ്റർ ഏത് കോൺഗ്രിഗേഷനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഹോളി ഫാമിലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അൽഫോൻസാമ ഏത് കോൺഗ്രിഗേഷനാണോ അതിൽ ചേരണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് FCC ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഹോളി ഫാമിലി അറിഞ്ഞുകൊണ്ട് FCC അറിഞ്ഞു. പിന്നെ വീടിനടുത്ത് 2 കോൺഗ്രിഗേഷൻസ് ഉണ്ട്, SDയും ചാരിറ്റിയും ഉണ്ട്. അപ്പം ഇത്രയും സിസ്റ്റേഴ്സിന് മാത്രമാണ് എനിക്കൊരു ഇഷ്ടമുള്ളത്, കണ്ടിട്ടുള്ളതും പരിചയമുള്ളതും. അപ്പം ഞാൻ ഇപ്പോൾ CMCയിലാണ്. CMCനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് സ്കൂളുകളുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ പള്ളി സ്കൂൾ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ്. അങ്ങനെ ഞാൻ 10th അങ്ങനെ എൻ്റെ ദൈവവിളി ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പപ്പയുടെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പപ്പ പറഞ്ഞു ഇപ്പം തീരുമാനം എടുക്കാനുള്ളതായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടി ചിന്തിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. 10th ഞാൻ അങ്ങനെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ +1 +2 പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ 7 പേരാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് 5 അനുജത്തിമാരും 1 അനിയനാണുള്ളത്. അപ്പോൾ എനിക്ക് പപ്പേനെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു മാർഗ്ഗം എന്ന് പറയാൻ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ +1 +2 സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച് അത് പഠിച്ചു. അങ്ങനെ +2 എക്സാംസൊക്കെ കഴിഞ്ഞ് എൻ്റെ ആഗ്രഹത്തിന് എല്ലാ സ്ഥലത്തും നഴ്സിങ്ങിന് അപേക്ഷിച്ചു. അപ്പോൾ പപ്പ ഒരു അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് മാത്സ് ഫീൽഡ് അങ്ങനത്തെ ഫീൽഡ് ഇഷ്ടമായതുകൊണ്ടും മാത്സ് പഠിക്കാൻ പപ്പയ്ക്ക് താല്പര്യമായിരുന്നു. അപ്പോൾ പപ്പയുടെ ഇഷ്ടത്തിന് മാത്സ് വെച്ചു. അങ്ങനെ അലോട്ട്മെൻ്റൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയമായിരുന്നു 2018. അപ്പോൾ ഒത്തിരി സ്ഥലത്ത് അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒറ്റ സ്ഥലത്തും അഡ്മിഷൻ കിട്ടിയില്ല. ഒരു അലോട്ട്മെൻറ്റിൽ എൻ്റെ പേര് വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്നെക്കാളും മാർക്ക് കുറഞ്ഞ ഒത്തിരി പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടി. പരീക്ഷ എഴുതിയ കൊച്ചിന് പോലും അഡ്മിഷൻ കിട്ടി, അവന് ഇഷ്ടമുള്ളത് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോ ഇവർക്കൊക്കെ കിട്ടിയില്ലോ, എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്? അങ്ങനെ ഞാനിങ്ങനെ വെറുതെ പരാതി പറയണ പോലെ പറയായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഞാൻ പഠിച്ച കാർമൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണേ. അത് ഞങ്ങളുടെ തന്നെ പ്രൊവിൻസിൻ്റെ കോളേജാണ്. അങ്ങനെയാണ് ഞാൻ CMCനെ കുറിച്ച് ആദ്യമായിട്ട് അറിയണേ. അവിടെ വന്ന് പിന്നെ വീണ്ടും അപ്പോഴും ഞാൻ സിസ്റ്റർ ആവണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഇഷ്ടമുള്ളിലുണ്ടെങ്കിലും ജോലി ചെയ്യണം, പപ്പേനെ സഹായിക്കണം, അത് കഴിഞ്ഞ് മടത്തി പോകണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആരോട് സംസാരിക്കില്ല, എന്നോട് ചോദിച്ചാലും ഞാൻ പറയാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ 3rd ഇയർ ആയപ്പം കോളേജിൽ സിസ്റ്റർ ഇങ്ങനെ ക്യാമ്പുകൾക്കൊക്കെ വരും. സിസ്റ്റർ ഇങ്ങനെ എല്ലാവരും മാറി മാറി വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ കൊറോണ ടൈം ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഓരോ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഒരു സിസ്റ്റർ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ആ നമ്പർ സേവ് ചെയ്ത് എടുക്കാണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കൊച്ചിനോട് കോണ്ടാക്ട് ചെയ്ത് ആ നമ്പർ വാങ്ങി. അപ്പോഴെനിക്ക് പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ എനിക്ക് നമ്പർ തന്നു. അത് കഴിഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു, 5 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു സിസ്റ്റർ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഒരനക്കില്ല. പിന്നെ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു, നിങ്ങളെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ മാത്രം സിസ്റ്റർ വിളിച്ചിട്ടില്ല. അങ്ങനെ 5ാമത്തെ ദിവസമാണ് സിസ്റ്റർ എന്നെ വിളിക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. പിന്നെ സിസ്റ്റർ ഓരോ ക്യാമ്പുകൾക്കൊക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ ക്യാമ്പിന് വന്ന് പിന്നെ തിരിച്ചു പോരാ, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. വരാണെങ്കിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് വരണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു വരാണെങ്കിൽ ഞാൻ എന്തായാലും വരും, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ പിന്നെ സിസ്റ്റർ എന്നെ ഫോളോ ചെയ്തു, വിളിക്കുമായിരുന്നു, ഓരോ ക്ലാസ്സുകൾക്കൊക്കെ വിളിക്കും. അങ്ങനെ ഓൺലൈനിൽ പ്രെയർ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം സിസ്റ്ററോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ CMCയിൽ ഒരു അംഗമായിട്ട് ഇവിടെ വരണേ. പിന്നെ അതുപോലെ ഞാൻ 3rd ഇയർ പഠിക്കുമ്പോൾ വീണ്ടും എനിക്കൊരു ആഗ്രഹം വന്നത് എപ്പോഴാന്ന് വെച്ചാൽ വീട്ടിൽ പപ്പ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ കൊറോണയുടെ സമയത്ത് ഒത്തിരി ആളുകൾ രോഗം വന്നു മരിച്ചു പോണ്, എന്നാൽ അവർക്കൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ആ സമയത്ത് ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു, ഇപ്പോൾ കുറേ പഠിച്ചതുകൊണ്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ കുറേ വർക്ക് ചെയ്തു, പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് എന്തായാലും നമ്മളൊരു ദിവസം മരിക്കും. അപ്പോൾ എന്നെ അത് വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സിസ്റ്റർ ആവാം, അതാണ് എനിക്ക് സ്വർഗത്തിൽ പോകാനും എന്നെ അതിന് സഹായിക്കുന്ന ഒരു മാർഗം ഈ ഒരു ജീവിതമായിരിക്കുന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഒരു സിസ്റ്റർ ആവാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാനിവിടെ CMC ഉദയ പ്രൊവിൻസിലെത്തിയത്. സിസ്റ്റർ, ഇത് ശരിക്കും പ്രചോദനമാണ്. ദൈവവിളി ഇങ്ങനെയാണ് അല്ലേ? സിസ്റ്റർ ഈ ജീവിതം തിരഞ്ഞെടുക്കാൻ ആരാണ് സിസ്റ്ററിനെ ഇൻസ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ സിസ്റ്ററിനെ മോട്ടിവേറ്റ് ചെയ്തത്? എൻ്റെ വിളി തിരിച്ചറിയാനും എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ആരാന്ന് വെച്ചാൽ അതെൻ്റെ പപ്പയും അമ്മയും തന്നെയാണ്. ഇപ്പം അവർ വീട്ടിൽ പറഞ്ഞു തന്ന ഒത്തിരി കാര്യങ്ങളാണ്
ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നെ കുറേം കൂടി പ്രചോദിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ 7 പേരാന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയാണ് അതിൽ കുറച്ചും കൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആൾ. പപ്പയുടെ ജീവിത രീതികളും പറഞ്ഞു തന്നെ പല കാര്യങ്ങളും എന്നെ ഒത്തിരി ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളിൽ വീട്ടിലായിരിക്കുമ്പോൾ ഇപ്പോൾ മുഴുവൻ കൊന്ത മുട്ടുകുത്തി ചൊല്ലണം, അങ്ങനെയൊക്കെ പപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ തൊട്ട് താഴെ ഒരു അനിയനാണുള്ളത്, പിന്നെ 5 അനുജത്തിമാർ. അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾ 2-3 അനുജത്തിമാരൊക്കെ ഉള്ളൂ. അപ്പം ഞാനും അനിയനും മാത്രമുള്ള സമയത്ത് ഞങ്ങൾ വളരെ ചെറുതാണ്, LKG UKG ആ ഒരു പ്രായം. അപ്പോൾ പപ്പ ഇങ്ങനെ വീട്ടിൽ കൊന്ത ചൊല്ലുമ്പോൾ മുഴുവൻ കൊന്ത മുട്ടുകുത്തി ചൊല്ലണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പം ഞങ്ങൾക്കത് ഒട്ടും ഇഷ്ടമല്ല, ഞങ്ങൾ ഭയങ്കര മടി പിടിച്ചിട്ടാണ് മുട്ടുകുത്തി കൊന്ത ചൊല്ലാറ്. അപ്പോൾ അമ്മാമ്മയൊക്കെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അവർ മുട്ടുകുത്തി കൊന്ത ചൊല്ലണം, എന്തിനാ അവർ ഇരുന്നോട്ടെ എന്നൊക്കെ പറയും. പക്ഷെ പപ്പ സമ്മതിക്കില്ല. അപ്പോൾ ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ ഞങ്ങളിങ്ങനെ പപ്പ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ വർഷവും ഞങ്ങളെ പപ്പ മുരിങ്ങൂർ ഡിവൈനിൽ ധ്യാനത്തിന് കൊണ്ടുപോകും, ഒരു വാർഷിക ധ്യാനത്തിന്. അപ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെ എല്ലാത്തിനും പോവായിരുന്നു, പക്ഷെ ഉള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. മടി പിടിച്ചും ആകെ ഒരു വെക്കേഷൻ കിട്ടുന്നതാണ്, അത് ധ്യാനത്തിന് പോകണമല്ലോ പ്രാർത്ഥിക്കണമല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ മടി പിടിച്ച് പലപ്പോഴും പോയിട്ടുണ്ട്. പിന്നെ ഒരു 8-9 കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ചിന്തിച്ച് തുടങ്ങിയത്, എന്തിനെങ്ങനെ പറയണേ, നമ്മുടെ നല്ലതിന് വേണ്ടിയാണല്ലോ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയാണല്ലോ, ദൈവത്തിൽ ആശ്രയിക്കണമല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള സ്കൂളുകളിലും ക്ലാസ്സുകളിലൊക്കെ പപ്പ പറയണ കാര്യങ്ങൾ സ്വീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വീട്ടിലെപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള സമയം എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയും, പപ്പയുടെ കാര്യങ്ങൾ പറയും, അമ്മയുടെ കാര്യങ്ങൾ പറയും, അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യും. പിന്നെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ ഇരിക്കും. സമയം കൊണ്ട് നമ്മൾ ഒട്ടും അറിയില്ല. അപ്പോൾ പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതങ്ങനെ ഓരോ പ്രാവശ്യം കേൾക്കും. അപ്പോൾ വലുതാവും തോറും നമ്മളിങ്ങനെ ചിന്തിക്കും, അപ്പോൾ സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്. അപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമ്മൾ ജീവിക്കുകയാണെങ്കിലും അതിനു വേണ്ടിയാണല്ലോ ജീവിക്കണ്ടേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ദിവസം മരിക്കും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറേ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കും. എന്തൊക്കെ ചെയ്താലും എവിടെ വരെ പോയാലും അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് മരണമാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. അപ്പം ഇതൊരു ചെറിയ ജീവിതമാണെങ്കിൽ ഇതിലൂടെ ആ വലിയ ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെയൊക്കെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. അപ്പോൾ പപ്പ പറയണ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുക്കുമായിരുന്നു. ഞാൻ തന്നെ ഇരുന്ന് ചിന്തിക്കും, ഇതെന്താ അങ്ങനെ പറയണേ അങ്ങനെ. അപ്പോൾ പിന്നെ കാറ്റിസം ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഗൈഡ് ചെയ്യുമായിരുന്നു തന്നെ. ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലൊരു ചിന്ത തോന്നി, ഇപ്പോൾ ജീവിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്വർഗത്തിൽ പോകണം, സ്വർഗമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ എന്നെ അതിന് കുറച്ചും കൂടി സഹായിക്കുക ഒരു സന്യസ്ത ജീവിതമായിരിക്കുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹ ജീവിതം ഒട്ടും മോശമല്ല, അതിലൂടെ വിശുദ്ധരായ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ വിശുദ്ധരാവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇപ്പോൾ വിവാഹ ജീവിതമാണെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട് നമുക്ക്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി നന്നായി ഒരുങ്ങാനും വിശുദ്ധയാവാനും സ്വർഗം പ്രാപിക്കാനൊക്കെ എന്നെ സഹായിക്കുക ഒരു സന്യസ്ത ജീവിതമായിരിക്കുമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. അതിനെന്നെ സഹായിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ്. താങ്ക് യു സിസ്റ്റർ. ഈശോയുടെ മണവാട്ടിയായിട്ടുള്ള ഈ ജീവിതം സിസ്റ്റർ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ഞങ്ങളെപ്പോലെയുള്ള യുവതലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് സിസ്റ്റർ നൽകാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കോൺവെൻറ്റിൽ ചേർന്നതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലായിരുന്നതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാനും സ്വയം മനസ്സിലാക്കാനൊക്കെ ഒത്തിരി സാഹചര്യം മഠത്തിൽ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മഠത്തിൽ ചേരുന്നതിന് മുന്നേ ഇപ്പോൾ സിസ്റ്റർ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അവിടെ പോയാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു.
പക്ഷെ ഞാൻ ക്യാമ്പിന് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനിവിടെ കണ്ടത് ഇപ്പോൾ സാധാ ആളുകളെ പോലെ തന്നെ ഓരോ കാര്യങ്ങളിലും വ്യാപൃതരാകുന്നവരാണ് സിസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവരും ചെയ്യണേ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ബാധ്യത സിസ്റ്റേഴ്സിനുണ്ട്. അതുമാത്രമാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഭയങ്കര വ്യത്യസ്തരായിട്ട് അവരെ നോക്കി കാണേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടാവാം, സിസ്റ്റേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ ചിന്താഗതി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ മഠത്തിൽ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്, നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ജീവിക്കണേ. അതിന് കുറച്ചും കൂടി മനോഹരമാക്കുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഈശോ ഉള്ള ഭവനത്തിലായിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം നിങ്ങൾക്കും ചിലപ്പോൾ വൊക്കേഷനിൽ സംശയങ്ങളുണ്ടാവാം, എനിക്ക് ദൈവവിളി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈശോ വന്ന് നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുക, അങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ നമ്മുടെ ദൈവവിളി നമ്മൾ തിരിച്ചറിയുക. നമുക്കൊരു പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹമായിരിക്കാം. അപ്പം നിങ്ങൾ ഒട്ടും സംശയിക്കരുത് ഞങ്ങൾക്ക് വിളിയുണ്ടോ, അങ്ങനെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒത്തിരി പിള്ളേരുണ്ടെങ്കിൽ തന്നെ അതിൽ 1-2 പേർക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഒരു അച്ഛനാവാനോ ഒരു സിസ്റ്റർ ആവാനൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും സംശയിച്ച് നിൽക്കരുത്. ഇപ്പം അത് എടുത്തടിച്ച പോലെ പറയണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് സ്വയം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഈശോയോട് പറയാം. അങ്ങനെ ഒരു പക്വത പ്രാപിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ അതിന് പറ്റും. അപ്പം ഉള്ളിൽ ഈശോ അങ്ങനെ ഒരു ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ നന്നായി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരോടൊക്കെ തുറന്നു പറയാം. ഒരിക്കലും അതിന് മടി വിചാരിക്കരുത്. നമുക്ക് ഇങ്ങനെ തോന്നും അവിടെ പോയാൽ എങ്ങനെയാണ്, അടിച്ചു പൊളിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഒരു പക്ഷെ നമ്മൾക്ക് ദൈവം തന്ന വിളി എന്ന് പറയുന്നത് ഒരു പക്ഷെ സന്യസ്ത ജീവിതമാവാം, അല്ലെങ്കിൽ വൈദികനാകാനാകാം. അതെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും. ഈശോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും നിങ്ങൾക്കൊരു വിളി തരണേ. അപ്പം നമ്മളതിനെ ഒരിക്കലും തള്ളിക്കളയരുത്. അതിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു ലൈഫിൽ നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ എവിടെയാണെങ്കിലും വീട് പോലെ കരുതുമ്പോൾ നമുക്കത് കുറേയും കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പ്രിയപ്പെട്ട സിസ്റ്റർ ക്ലൗഡിയ, സിസ്റ്ററിന്റെ ജീവിതത്തെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിന് നന്ദിയുണ്ട് സിസ്റ്റർ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രചോദിതരും ഉത്സാഹിതരുമായിട്ടുണ്ടാകും അല്ലേ? ഈ പ്രകാശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വഴികാട്ടിയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി സാക്രഡ് ഹാർട്ട് സീറോ മലബാർ ചർച്ച് കീഴ്ക്കട്ടിൽ നിന്നും ജെനിറ്റ റോസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്ങൾ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. മനോഹരമായ പ്രാർത്ഥനയ്ക്ക് നന്ദി ജെനീറ്റ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഷോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നാളെ മറ്റൊരു ബ്രൈഡ് ഓഫ് ദി കിങ്ങിനോടൊപ്പം കാണാം. അതുവരെ വിത്ത് ലവ്, ദിസ് ഇസ് ആൻ എലിസബത്ത് ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു എവരിവൺ.